കത്തോലിക്ക സഭയ്ക്കുള്ളിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? യേശുവിനെക്കുറിച്ചും യേശുവിലൂടെയുള്ള രക്ഷയെക്കുറിച്ചും പോപ്പിൻ്റെ നിലപാടെന്താണ്? അദ്ദേഹം പറയുന്നത് ദൈവത്തിങ്കിലേക്ക് പല വഴികൾ ഉണ്ട് എന്നാണോ? എന്തെല്ലാമാണ് അതും അന്ത്യകാലങ്ങളും തമ്മിലുള്ള ബന്ധമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്? നിങ്ങളൊരു പക്ഷേ ഈ വീഡിയോ കണ്ടു കാണുമോ? മാർപ്പാപ്പയ്ക്ക് യേശുവിനെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്യാപ്ഷനോട് കൂടിയുള്ള ഒരു വീഡിയോ എന്നെ തിരക്കിയെത്തി. വാട്സാപ്പിലാണ് വന്നത്. എൻ്റെ സുഹൃത്തുക്കളാണ് എനിക്ക് അയച്ചു തന്നത്. ആ ടൈറ്റിൽ വായിച്ചു, വീഡിയോ തുറന്ന് അല്പം ഓടിച്ചു നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി, മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്: ഈശോയെ എനിക്ക് ഈ രക്ഷ പ്രാപിക്കാൻ ഈശോയുടെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാർപ്പാപ്പ ഇനി എനിക്ക് സ്നേഹിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. വിരോധമില്ല, പക്ഷെ പണ്ടത്തതുപോലുള്ള ഫാൻ പരിപാടിയില്ല. അതുകൊണ്ട് ഞാൻ രഹസ്യമായി ഉപേക്ഷിക്കാം. ഇനി അടുത്ത മാർപ്പാപ്പ വരട്ടെ, സ്നേഹിക്കാം എന്ന് വിചാരിച്ചു. രഹസ്യമായി ഉപേക്ഷിക്കുന്ന ഈ നമ്മുടെ ഔസപിതാവ് മാതാവ് അങ്ങനെ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ പരസ്യമായിട്ട് അപമാനിച്ചില്ലല്ലോ. അപ്പൊ നീതിമാനാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. പക്ഷെ എനിക്ക് പിന്നീട് ഒരു സംശയം, കാരണം എന്റെ സുഹൃത്തുക്കളൊക്കെ എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുകയാണ്. അപ്പൊ അവരോട് പറയണം, നിങ്ങൾ ആർക്കെങ്കിലും ഇനി അവർക്ക് കാര്യം അതിനകത്ത് കത്തോലിക്ക സഭയെ കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിലോ അപ്പോ അവരോടത് പറഞ്ഞേ പറ്റത്തുള്ളൂ. നിങ്ങൾ മാർപ്പാപ്പ, ഇപ്പൊ ഞാൻ തിരക്കായിരുന്നു, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചിലർക്ക് കൈകൂപ്പൽ അയക്കുകയായിരുന്നു ആദ്യം. പിന്നീട് ഞാൻ വിചാരിച്ചു ഇവർക്ക് അയക്കാം, നിങ്ങൾ സഭയെ ഉപേക്ഷിക്കരുതെന്ന് അയക്കാം. പക്ഷെ അത് പറയണമെങ്കിൽ നമുക്ക് ആ വീഡിയോ കാണണമല്ലോ. അപ്പോൾ ആദ്യം ഞാൻ എന്ത് പറയും എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ നമുക്കറിയാം, മാർപ്പാപ്പയ്ക്ക് തെറ്റാവരം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ഫ്രാൻസിസ് പാപ്പയ്ക്ക് പണ്ടത്തെ മാർപ്പാപ്പന്മാരുടെ വീഡിയോകൾ ഇതുപോലെ ആരും കാണില്ല. കാരണം പണ്ടത്തെ മാർപ്പാപ്പന്മാർ എന്ത് പറയണമെന്ന് പത്രത്തെ അറിയിക്കണമെന്ന് തീരുമാനിച്ചാൽ മാത്രമേ മീഡിയയ്ക്ക് അത് കിട്ടുകയുള്ളൂ. അല്ലാതെ പറയുന്നതെല്ലാം റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കാലഘട്ടമല്ലായിരുന്നു. ഈ മാർപ്പാപ്പയാണ് ഇതിനോട് ആദ്യമായി ഈ ഒരു പ്രത്യേകമായിട്ടുള്ള ലൈം ലൈറ്റിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഈ പറയുന്നതെല്ലാം ഒപ്പിയെടുത്ത് അപ്പോൾ തന്നെ ലോകമെങ്ങും പോകുന്നു. അപ്പൊ ഈ തെറ്റാവരത്തെ കുറിച്ചുള്ളൊരു തെറ്റായ ധാരണയുണ്ടല്ലോ. മാർപ്പാപ്പ ചായ കുടിക്കുമ്പോൾ പറയുന്നതും തെറ്റത്തില്ല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നാൽ അങ്ങനെയല്ല. മാർപ്പാപ്പ മെത്രാന്മാരുടെ ഐക്യത്തിൽ അവരോടൊപ്പം ചേർന്ന് സഭയിൽ നൽകുന്ന പ്രബോധനങ്ങളാണ് തെറ്റ് വരാതിരിക്കുന്നത്. നമ്മൾ പത്രോസിന്റെ ഉദാഹരണം ഉണ്ടല്ലോ. പത്രോസിനോട് വെറുതെ ഇരിക്കുന്ന സമയത്ത് ആളുകൾ ചോദിച്ചു, നമ്മുടെ രക്ഷിക്കപ്പെടുന്നവരുടെ ഗണത്തിൽ, രക്ഷ പ്രാപിക്കുന്നവരുടെ ഗണത്തിൽ ചേരുന്ന വിജാതീയരെ നമുക്ക് പരിച്ഛേദനം ചെയ്യണ്ടേ? അപ്പോൾ പത്രോസ്ലീഹ പറഞ്ഞു, തീർച്ചയായിട്ടും ചെയ്യണം, അത് കർത്താവിന്റെ നിയമമല്ലേ. എന്നാൽ അപ്പസ്തലന്മാരോടൊപ്പം ചേർന്ന് സഭയുടെ ഔദ്യോഗികമായി പ്രബോധനം നൽകാൻ പത്രോസ്ലീഹ വരുന്ന സമയത്ത് പത്രോസ്ലീഹ തെറ്റില്ലാത്തത് പഠിപ്പിച്ചു. ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് പഠിപ്പിച്ചു. അവിടെ ദൈവത്തിന്റെ ഇടപെടലുണ്ട്. അതുകൊണ്ട് മാർപ്പാപ്പ കാഷ്വലായിട്ട് പറഞ്ഞൊരു കാര്യം നമ്മൾ കേൾക്കണ്ട. നമുക്ക് സഭ പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ. സഭ അത് ഒരിക്കലും പറയുകയില്ല. കാര്യം സഭ പരിശുദ്ധാത്മാവാൽ നയിക്കപ്പെടുന്നതാണ്. മാർപ്പാപ്പ അങ്ങനെ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങളത് കേട്ടുവെങ്കിൽ മാർപ്പാപ്പയെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പറഞ്ഞതിനെ നമുക്ക് നിഷേധിക്കാം, പക്ഷേ സഭയെ നിങ്ങൾ ഒരിക്കലും നിഷേധിക്കരുതെന്നൊക്കെ പറഞ്ഞാലോ എന്നും കൂടെയൊക്കെ ഞാൻ വിചാരിച്ചു. എന്നാൽ അങ്ങനെ ഇരിക്കവേ ആ വീഡിയോ കാണണം, വ്യക്തമായി പഠിക്കണമെന്ന് എനിക്കൊരു തീരുമാനം ഉണ്ടാകാൻ കാരണം ഞാൻ കുറച്ച് കേട്ടപ്പോൾ അത് നിർത്തുകയാണ്. കാര്യം എനിക്ക് സമയമില്ലായിരുന്നു, അത് കേൾക്കാൻ തോന്നിയില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഹൃദയം തകർന്ന ഒരു മതാധ്യാപകനായ ഞാൻ ഹൃദയം തകർന്നിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ഈ പുസ്തകം വായിച്ചു. ഒരു ദിവസം രാവിലെ ഞാൻ ഈ പുസ്തകം വെറുതെ എടുത്ത് ഇങ്ങനെ വായിക്കാൻ തുടങ്ങി. ഈ പുസ്തകം ഒരു അക്കാഡമിക് ഗ്രന്ഥമാണ്. ഇത് മോട്ടിവേഷണൽ ഇന്റർവ്യൂയിങ് എന്ന് പറഞ്ഞ് സൈക്കോളജി ഉപയോഗിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അവിടെ ഒരു ബൈബിൾ വചനം വരേണ്ട ഒരു കാര്യമില്ല. പക്ഷെ അന്ന് അതിനകത്ത് കോട്ട് ചെയ്തിരിക്കുന്ന ഒരു ബൈബിൾ വചനം ഒരു അധ്യായത്തിന്റെ ആരംഭത്തിൽ കൊടുത്തിരിക്കുകയാണ്. ഈ വചനമാണ് കൊടുത്തേക്കുന്നത്: ഭോഷൻ സ്വന്തം അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിലല്ലാതെ കാര്യം ഗ്രഹിക്കുന്നതിൽ താല്പര്യമില്ല. അപ്പൊ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് നമ്മൾ അഭിപ്രായം പറയുമ്പോൾ ആ കാര്യം നമ്മൾ നന്നായിട്ട് ഗ്രഹിക്കാതെ അതിനെക്കുറിച്ച് പറയരുത് എന്നെനിക്ക് മനസ്സിലായി. അപ്പൊ ആ വീഡിയോയിൽ ഉദാഹരണത്തിന് അതെങ്ങനെയാണെന്ന് പറഞ്ഞത് കണ്ടോ? ഞാൻ ഈ കാണിക്കുന്നത് കണ്ടോ? താൻ അവനെ മർദ്ദിച്ചു എന്നാണ് എല്ലാവരും പറയുന്നതെന്ന് തോമസ് വിളിച്ചു പറഞ്ഞു എന്നതാണ് കണ്ടന്റ്. എന്നാൽ ഈ കണ്ടന്റിൽ ആരെങ്കിലും ആ വീഡിയോയിൽ എന്നാണ് എല്ലാവരും പറയുന്നത് എന്ന ഭാഗം കട്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് എന്തായിരിക്കും മനസ്സിലാകുക? താൻ അവനെ മർദ്ദിച്ചു എന്ന് തോമസ് വിളിച്ചു പറഞ്ഞു. അങ്ങനെയല്ലേ മനസ്സിലാകത്തുള്ളൂ. അപ്പൊ പത്രവാർത്ത എന്തായിരിക്കും? താൻ അവനെ മർദ്ദിച്ചു തോമസ്. ഇങ്ങനെയായിരിക്കും പത്രവാർത്ത വരാൻ പോകുന്നത്. ഈ വീഡിയോ ചെയ്തയാള് സമാനമായ ഒരു അവസ്ഥയിൽ പെടുന്നുണ്ട്. അദ്ദേഹം ഈ വചനം മാർപ്പാപ്പയെ ശകാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഈ വചനം വായിച്ച് നമ്മളെ കേൾപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ കടന്നു പോയത് കൊണ്ട് തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്ക് ഈ വചനം കണ്ടാൽ ബൈബിളിൽ പെട്ടെന്ന് സംശയം തോന്നാവുന്ന ഒരു വചനമാണ്. യേശുക്രിസ്തു മനുഷ്യനാണെന്നും ദൈവത്തിന്റെയും മനുഷ്യരുടെ ഇടയിൽ നിൽക്കുന്ന മറ്റൊരു വിശുദ്ധനായ മനുഷ്യനാണെന്നും ദൈവം ഒരാളെ ഉള്ളെന്നും തോന്നുന്ന ഒരു വചനമാണ്.
അപ്പൊ അതുകൊണ്ട് ഈ വചനം മാർപ്പാപ്പയെ ശകാരിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്ക്, എനിക്ക് മനസ്സിലായി, അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഈ ഒരു ചിന്ത വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ വചനം അതുപോലെ എടുക്കരുത്. അതായത് ഇത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഹെബ്രായ പശ്ചാത്തലമൊക്കെ മനസ്സിലാകണം. അത് മാത്രമല്ല, ദൈവം ഒരുവനാണെന്ന് പറയുന്നത് കാണുമ്പോൾ നിങ്ങൾ ഞാൻ ചെയ്ത പരിശുദ്ധ ത്രിത്വത്തിന്റെ വീഡിയോ കാണണം. പിന്നെ മനുഷ്യനായ ക്രിസ്തു എന്ന് കാണുമ്പോൾ നിങ്ങൾ ഞാൻ ചെയ്ത മനുഷ്യപുത്രൻ എന്ന വീഡിയോ കാണണം. ഇതൊക്കെ അദ്ദേഹം പറയാതെ അദ്ദേഹത്തിന് പോകാൻ പറ്റിയില്ല. കാരണം എന്താണ്? ബൈബിളിലെ ഒരു വചനമാണ് എടുത്തത്, പക്ഷെ ആ വചനത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ ഹെബ്രായ പശ്ചാത്തലം മനസ്സിലാക്കണം. അങ്ങനെയാണ് നമ്മൾ ബൈബിൾ വ്യാഖ്യാനിക്കുന്നത്. ആ കാലഘട്ടത്തിന്റെ രീതി മനസ്സിലാക്കിയിട്ടാണ്. അപ്പോൾ അത് വീണ്ടും എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരു അല്പം കൂടെ എനിക്ക് രസകരമായിട്ട് തോന്നിയ ഒരു കാര്യം, ആ വീഡിയോ നമ്മൾ അത്ര കാര്യമാക്കേണ്ടതില്ല. അദ്ദേഹത്തിന്റെ ഒരു ആത്മാർത്ഥതയിൽ ചെയ്തതാണ്. ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും തെറ്റ് പറയാം. അദ്ദേഹം ഈശോയോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കറിയാമല്ലോ, പത്രോസ്ലീഹ ഈശോയോടുള്ള സ്നേഹം കൊണ്ട് 2 കമന്റ് പറയുന്നുണ്ട് ഒരു സ്ഥലത്ത്. അതിൽ ഒരു കമന്റ് പിശാചായിരുന്നു പുള്ളിയെ പ്രചോദിപ്പിച്ചതെന്ന് ഈശോ തന്നെ പറയുന്നുണ്ട്. ഈശോയോടുള്ള സ്നേഹം കൊണ്ടാണ് പറയുന്നതെങ്കിൽ പോലും അതിന്റെ പ്രചോദനം വന്നത് പിശാചിൽ നിന്നാണ് എന്ന് ഈശോ പറയുന്നു. അപ്പൊ ഈശോയെ സ്നേഹിക്കുന്ന ഒരാളെ കൊണ്ട് പോലും വേണമെങ്കിൽ പിശാചിനെ തന്റെ ലക്ഷ്യങ്ങൾ സാധിക്കാൻ പറ്റും. ഇപ്പോ വളരെ കാര്യമാക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കിയത് ഞാൻ നിങ്ങൾക്ക്, ഈ കാണുന്ന അച്ഛനെ കണ്ടോ നിങ്ങൾ? ജോൺ W. മാലി എന്ന് പറയുന്ന അച്ഛൻ. അദ്ദേഹം ഒരു ഈശോ സഭ വൈദികനാണ്. അദ്ദേഹം സഭയിലെ ഒരു വലിയ ചരിത്ര പണ്ഡിതനാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ മെഡലൊക്കെ കിട്ടിയിട്ടുള്ള, അമേരിക്കൻ അക്കാഡമി ഓഫ് ആർട്സ് ആൻഡ് സയൻസിന്റെ ഒക്കെ മെമ്പർ, സെക്യുലർ ലോകത്ത് വളരെയധികം അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ചരിത്രകാരനും. ഇദ്ദേഹമൊക്കെ അപലപിച്ചിട്ടുള്ള ഒരാളുണ്ട്. അതായത് ഫിക്ഷണൽ ആണെന്ന് പറഞ്ഞ്, യാതൊരു ശാസ്ത്രീയ അടിത്തറയും ഇല്ലാത്ത, തെളിവുകളുടെ അസാന്നിധ്യമുള്ള, ഫാക്ച്വൽ അല്ലാത്ത ഫിക്ഷണലായ പുസ്തകം എന്ന് പറഞ്ഞ അദ്ദേഹമൊക്കെ തള്ളി പറഞ്ഞിട്ടുള്ള ഒരു മലാക്കി എന്ന് പറയുന്ന ഒരാളുടെ പുസ്തകം. അദ്ദേഹവും ഒരു വൈദികനാണ് എന്നത് രസകരമായ ഒരു കാര്യമാണ്. പക്ഷെ ഒരു അക്കാഡമിക് പേഴ്സണാലിറ്റി അല്ല. അദ്ദേഹത്തിന്റെ ബയസ്ഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയുന്ന, സഭയോടുള്ള വിരോധം കാണിക്കുന്ന ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തെ ഇദ്ദേഹം കോട്ട് ചെയ്തിരിക്കുന്നു. അത് കണ്ടാൽ നമുക്ക് ഈ ബാലരമയൊക്കെ, PhD പ്രബന്ധത്തിൽ നമ്മൾ ബാലരമയും ബാലമംഗളവും ഒക്കെ കോട്ട് ചെയ്തിട്ടുണ്ട്. ബാലമംഗളം കോട്ട് ചെയ്തിട്ട് നമ്മൾ പറയാണ് പറക്കാൻ കഴിവുള്ള എലികൾ ഉണ്ടാകും എന്ന് പറയുന്നത് പോലെയാണ്. അദ്ദേഹം വത്തിക്കാനെ കുറിച്ചും 2ാം വത്തിക്കാൻ സുനഹദോസിനെ കുറിച്ചൊക്കെ ഭയങ്കര മോശമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം അങ്ങനെ പറയുന്നത് ശരിയാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് അത് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. നമുക്ക് അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ സീരിയസ് ആയിട്ട് കാണേണ്ടതായി തീരുമാനിച്ചു. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം അത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അല്ലെങ്കിൽ നിങ്ങൾ തിരക്കി ആ വീഡിയോ വന്നുകൊള്ളും. അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ ഇതാണ്: നിങ്ങൾ പ്രതീക്ഷിക്കും പോപ്പ് ഇടയ്ക്കിടയ്ക്ക് യേശുവാണ് ദൈവത്തിലേക്കുള്ള ഏക വഴി എന്ന് പറയുന്നത്. കത്തോലിക്ക സഭയുടെ ആളാണല്ലോ. പക്ഷെ അങ്ങനല്ല. അദ്ദേഹം പറയുന്നത് എല്ലാ മതങ്ങളും ദൈവത്തിലേക്കുള്ള വഴിയാണെന്നാണ്, വ്യത്യസ്തമായ ഭാഷകളാണെന്നാണ്. അദ്ദേഹത്തിന് ആത്മാവിന്റെ നിത്യരക്ഷയിലല്ല പരമപ്രധാനമായിട്ടുള്ള കാര്യം. ഇതാണ് പ്രധാനമായിട്ടുള്ള ആരോപണം. പിന്നെ മറ്റൊന്നൊക്കെ ഞാൻ ചെറുതായിട്ട് പറയാം. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാര്യങ്ങൾ ശരിയാണോ എന്ന് നമുക്ക് നോക്കണം. അദ്ദേഹം വസ്തുനിഷ്ഠമായി പഠിച്ചിട്ട് പറയുന്ന ഒരാളെ പോലെയാണ് പറയുന്നത്. നല്ല ഒരു ആത്മാർത്ഥതയോടെയൊക്കെയാണ് പറയുന്നത്. അതിനെ ഞാൻ ആദരിക്കുന്നു കേട്ടോ. ഞാൻ ആ വ്യക്തിയല്ല എതിർക്കുന്നത്. ഞാൻ അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു ചിന്താ രീതിയോടാണ് എൻ്റെ എതിർപ്പ്. അതിന് അവരുപയോഗിക്കുന്ന മെത്തഡോളജിയാണ്. ഇത് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം ഒരു ഡോക്ടറൽ അല്ലെങ്കിൽ ഒരു PhD തീസിസ് അല്ലെങ്കിൽ ഒരു വളരെ ഗൗരവമുള്ള ഒരു കാര്യം പറയുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു തീക്ഷ്ണത അദ്ദേഹം കാണിച്ചിട്ടില്ല. മാർപ്പാപ്പ അങ്ങനെ പറയാറുണ്ടോ, ഇതിനെക്കുറിച്ച് എന്താണ് മാർപ്പാപ്പ പറയുന്നത് എന്ന് നോക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ അദ്ദേഹം പറയുമായിരുന്നില്ല. അപ്പൊ ഞാൻ നിങ്ങളെ ചില കാര്യങ്ങൾ കാണിക്കാം. ഇത് മാർപ്പാപ്പയുടെ ഒരു പ്രസംഗമാണ്. മാർപ്പാപ്പയുടെ എല്ലാ പ്രസംഗങ്ങളും ഡോക്യുമെന്റുകളും എല്ലാം തന്നെ വത്തിക്കാനിൽ ഈ ഒരു ഭാഗത്ത് ഒഫീഷ്യലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാം. വത്തിക്കാനിലെ വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിൽ ഈ പ്രസംഗങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ 2016 ഏപ്രിൽ 18 തിങ്കളാഴ്ച നടത്തിയ പ്രസംഗത്തിന്റെ പേര് തന്നെ ദ ഓൺലി വേ എന്നാണ്. നിങ്ങൾ കാണണം, ഈശോയാണ് ദൈവത്തിലേക്കുള്ള ഏക വഴിയെന്ന് മാർപ്പാപ്പ പറയത്തില്ല, പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയുന്ന ആളല്ല എന്ന് സ്ഥാപിക്കുന്ന വീഡിയോ ആണത്. പക്ഷെ ഇതാ മാർപ്പാപ്പയുടെ പ്രസംഗം ഇതാ നമുക്ക് കാണാവുന്ന രീതിയിൽ കിടക്കുകയാണ്. ഇതിൽ മാർപ്പാപ്പ എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ? അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം മാത്രം ഞാൻ പറയാം മലയാളത്തിൽ. യേശു എന്ന വാതിലിലൂടെ അല്ലാതെ മറ്റൊരു വഴിയിലൂടെയും ഒരുവനും സ്വർഗത്തിൽ പ്രവേശിക്കാനാവുകയില്ല. ഇതാരാണ് പറഞ്ഞത്? ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് പറഞ്ഞത്. ഇങ്ങനെ പറയത്തില്ലെന്ന് ഇവർ പറഞ്ഞ ഫ്രാൻസിസ് മാർപ്പാപ്പ. ഇനി അടുത്ത ഒന്നുകൂടെ ഞാൻ കാണിക്കാം. ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് പറഞ്ഞ് മാർപ്പാപ്പയുടെ ഒരു പ്രസംഗമാണ്. അത് ഏപ്രിൽ 5-ാം തീയതി വെള്ളിയാഴ്ച 2013. അതിൽ മാർപ്പാപ്പ പറയുന്നത് യേശുവിന്റെ നാമം മാത്രമാണ് നമുക്ക് രക്ഷ, അവന് മാത്രമേ നമ്മളെ രക്ഷിക്കാനാവുകയുള്ളൂ, മറ്റാർക്കും കഴിയുകയില്ല. ആരാണ് പറഞ്ഞത്? ഫ്രാൻസിസ് മാർപ്പാപ്പ. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ പറഞ്ഞതൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ അറിയാതെ പോയതെന്ന് അറിയാം, ആളുകൾ അറിയാതെ പോയത്. നമ്മൾ മാർപ്പാപ്പ ഇത് പഠിപ്പിച്ചപ്പോൾ അത് ലോകത്തെ അറിയിച്ചില്ല.
നമ്മൾ അതൊന്നും സീരിയസ് ആയിട്ട് പഠിക്കുന്നില്ല, ലോകത്തെ അറിയിക്കുന്നില്ല. അതുകൊണ്ടാണ് മാർപ്പാപ്പ പറയുന്ന വേറെ ഏതെങ്കിലും കാര്യം വരുമ്പോൾ മാർപ്പാപ്പ ഇങ്ങനെ പറയുന്ന ഒരാളെ അല്ല എന്ന ഒരു ചിന്തയിലേക്ക് നമ്മൾ വരുന്നത്. നമ്മൾ മാർപ്പാപ്പ പഠിപ്പിക്കുന്ന നമ്മുടെ പഠനങ്ങളൊക്കെ കേൾക്കാനും പഠിക്കാനും ഒക്കെ തയ്യാറായാൽ മാർപ്പാപ്പയുടെ യഥാർത്ഥത്തിലുള്ള നിലപാടുകൾ എന്താണ് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, അപ്പസ്റ്റോലിക് എക്സോർട്ടേഷൻ ആണ് എവാഞ്ചലി ഗൗഡിയം എന്ന് പറഞ്ഞത്. ഇതിനകത്ത് 110 ഭാഗത്തേക്ക് നിങ്ങൾക്ക് പോയി നോക്കിയാൽ കാണാം, യേശു കർത്താവാണ് എന്ന് പ്രഘോഷിക്കാത്തതൊന്നും സുവിശേഷ പ്രഘോഷണം ആവുകയില്ല. വ്യക്തമായി പറയുകയാണ്, യേശു കർത്താവാണ് എന്ന് പ്രസംഗിക്കാത്തതൊന്നും സുവിശേഷ പ്രസംഗം ആവുകയില്ല. നോക്കിക്കേ, അദ്ദേഹത്തിന് ആത്മാവിന്റെ നിത്യരക്ഷയല്ല പരമപ്രധാനമായിട്ടുള്ള കാര്യം എന്നൊക്കെ പറയുമ്പോൾ എത്രയോ ആത്മാർത്ഥമായിട്ടാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ സുവിശേഷവൽക്കരണത്തെ കുറിച്ചുള്ള ഒരു എക്സോർട്ടേഷൻ ആണ്. നിങ്ങൾക്ക് വായിച്ചു നോക്കണം കേട്ടോ. മാർപ്പാപ്പയുടെ ഹൃദയത്തിൽ സുവിശേഷവൽക്കരണത്തെ കുറിച്ച് പറയുന്നത് എന്താണെന്നൊക്കെ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. അപ്പോ ഇദ്ദേഹം ആ മുന്നോട്ട് വെക്കുന്ന അതിനകത്ത് ആ ഹൈപ്പോത്തിസിസ് ഉണ്ടല്ലോ, അദ്ദേഹം പ്രസന്റ് ചെയ്യുന്ന ആ കാര്യം, അത് അദ്ദേഹം ഉപയോഗിക്കുന്നത് തന്നെ സത്യമല്ലാത്ത വാദങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, മാർപ്പാപ്പ ഇങ്ങനെയൊക്കെ പറയുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ച ആ ഇത് നമ്മളെ ആകർഷിക്കാൻ വേണ്ടി ഒരുപക്ഷെ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്ന ആ ചിന്താ രീതി പറഞ്ഞു കാണും, അല്ലെങ്കിൽ അവരുടെ രീതി അങ്ങനെയായിരിക്കും. നമ്മളെ എങ്ങനെയാണെങ്കിലും എന്ത് പറഞ്ഞ് കബളിപ്പിച്ചിട്ടാണെങ്കിലും ആ വീഡിയോ കാണിക്കണം. അതിനാണ് മാർപ്പാപ്പ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ പറഞ്ഞിട്ടില്ല. മാർപ്പാപ്പ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. എന്നിട്ട് ഇവിടെ നോക്കുക, നമുക്ക് അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ വീഡിയോ എങ്ങനെ പോകണമെന്നാണ് ഞാൻ ഈ കാണിക്കുന്നത്. എപ്പോഴും യേശു കർത്താവാണെന്നും ഏക വഴിയെന്നും രക്ഷയ്ക്കായി മറ്റൊരു നാമവും ഇല്ലെന്നും ഒക്കെ പറയുന്ന മാർപ്പാപ്പ സിംഗപ്പൂരിൽ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു? ഇങ്ങനെയായിരുന്നു ആ വീഡിയോയിൽ ചോദിച്ചിരുന്നതെങ്കിൽ സത്യസന്ധമായൊരു വീഡിയോ ആയിരുന്നു അത്. പക്ഷെ അങ്ങനെ ചോദിച്ചാൽ നമ്മളുടെ വിശ്വാസം അടിച്ചു പോകത്തില്ലല്ലോ, നമുക്ക് സഭയോടുള്ള സ്നേഹം അടിച്ചു പോകത്തില്ലല്ലോ, മാർപ്പാപ്പയിലൂടെ നമ്മുടെ സഭയോടുള്ള സ്നേഹവും കളയുക എന്നുള്ള ലക്ഷ്യം നടക്കത്തില്ലല്ലോ. അപ്പോൾ അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതായിരിക്കില്ല. അദ്ദേഹം പിന്തുടരുന്ന ആ ഒരു വിശ്വാസത്തിന്റെ ആ ഒരു സമൂഹം അല്ലെങ്കിൽ ആ ശക്തികൾ ഈ രീതിയിലൊക്കെ ആയിരിക്കും പഠിപ്പിക്കണമെന്ന് അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാകാം അദ്ദേഹത്തിന്റെ തീവ്രത യേശുവിനോടുള്ള സ്നേഹം തന്നെ ആയിരിക്കാം. എന്തായാലും അതുകൊണ്ട് തന്നെ ഞാൻ ഇദ്ദേഹം നേരത്തെ ഹെബ്രായ പശ്ചാത്തലം മനസ്സിലാക്കണമെന്ന് പറഞ്ഞതുപോലെ മാർപ്പാപ്പ ഇത് പറയാനിടയായ പശ്ചാത്തലം ഒന്നറിയാൻ വേണ്ടി ഞാൻ നോക്കി. അദ്ദേഹം കാണിച്ചിരിക്കുന്ന വീഡിയോയിൽ തന്നെ പശ്ചാത്തലമുണ്ട്. ഇദ്ദേഹം കാണിച്ച വീഡിയോ ആണിത്. അതിനകത്തുനിന്ന് ഞാനൊരു സ്ക്രീൻഷോട്ട് എടുത്തതാണ്. നോക്കിക്കേ, ഇന്റർ റിലീജിയസ് യൂത്ത് വിത്ത് പോപ്പ് ഫ്രാൻസിസ് എന്നാണ് ആ വീഡിയോയിൽ കാണുന്നത്. കണ്ടോ? അപ്പോ എല്ലാ മതത്തിലുമുള്ള യുവജനങ്ങൾ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതിന്റെ കാര്യം എന്താണ്? അവിടെ മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട്, കണ്ടോ? എല്ലാവരും ഒരുമിച്ച് വരണം, ടുഗദർ ഇൻ യൂണിറ്റി ആൻഡ് ഹോപ്പ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരു പ്രതീക്ഷയിലും ഐക്യത്തിലും നമുക്കൊക്കെ എല്ലാ മതസ്ഥർക്കും ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്ന, കോ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് വചനപ്രഘോഷകരൊന്നും അല്ല, അവര് യുവജനങ്ങളാണ്, എല്ലാ വിഭാഗത്തിൽപ്പെട്ട യുവാക്കളും. അവരോട് മാർപ്പാപ്പ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പൊ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ മാർപ്പാപ്പയ്ക്കെതിരെ ആരോപണമൊക്കെ ഉന്നയിച്ച ആളില്ലേ, അദ്ദേഹം സൗദി അറേബ്യയിൽ പോയിട്ട് അദ്ദേഹം അവിടെ ഇരിക്കുന്ന മുസ്ലിം സഹോദരങ്ങളെയും എല്ലാവരെയും എടുത്തിട്ട് അദ്ദേഹം യേശു മാത്രമാണ് ഏക കർത്താവ്, യേശുവിനോട് അല്ലാതെ ഒരു വഴിയുമില്ല എന്ന് പറഞ്ഞൊരു വീഡിയോ എടുത്ത് അയച്ചു തരാനുള്ള ധൈര്യം ഉണ്ടാകുന്ന ആളായിരിക്കുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ പറയുന്നത് കേട്ട് അദ്ദേഹം പോകേണ്ട, അദ്ദേഹം നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ നാട്ടിൽ തന്നെ കഴിഞ്ഞോട്ടെ. എന്തായാലും അങ്ങനെ ചെയ്യുന്ന ആരെയും നമ്മൾ കാണുന്നില്ല, അല്ലെ? ഇപ്പൊ അവിടെയും എല്ലാ സഭാവിഭാഗങ്ങളിലുമുള്ള പാസ്റ്റർമാരും അച്ഛന്മാരും എല്ലാവരും ഉണ്ട്. പക്ഷേ സൗദി ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് സൗദി തുറക്കാൻ കാരണം? സൗദി തുറക്കാൻ കാരണം മാർപ്പാപ്പ മാത്രമല്ല, ഈ ഇസ്ലാമിക ലോകത്തിലും അതുപോലെ തന്നെ മറ്റു മതങ്ങളിലുമൊക്കെയുള്ള പല നേതാക്കന്മാരും അവർക്ക് പ്രാമുഖ്യമുള്ള സ്ഥലങ്ങളിൽ അവർ പണ്ട് അവരുടെ പൂർവികരൊക്കെ മറ്റു വിശ്വാസങ്ങളെ അടിച്ചമർത്തിയിരുന്ന സമയത്ത് അവരെല്ലാം ഇങ്ങനെ ചിന്തിച്ചു, നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നത് ശരിയാണോ? നമുക്ക് നമ്മുടെ മതം മാത്രമാണ്, നമ്മുടെ മതത്തെക്കുറിച്ച് അതിന്റെ സത്യത്തെക്കുറിച്ച് അതെന്താണ് പഠിപ്പിക്കുന്നതിനെ കുറിച്ച് അറിയാത്ത മറ്റൊരു മതസ്ഥനോട് നിന്റെ മതം ശരിയല്ല, എന്റെ മതം മാത്രമാണ് ശരിയെന്ന് പറയുന്നത് ശരിയാണോ എന്ന് അവരോട് ചോദിച്ചു. അവരോട് ചോദിക്കുന്ന ആ ചോദ്യം മാർപ്പാപ്പ ഇവിടെ പ്രസന്റ് ചെയ്തതാണ്. അവരോട് ചോദിച്ചു, എന്റെ ദൈവം മാത്രമാണ് ശരിയെന്ന് പറയുന്നത് ശരിയാണോ? എല്ലാവരും അങ്ങനെ ഒരു ചോദ്യം അവർ ചോദിക്കുകയാണ്. അതോടുകൂടി അവർ ആ ചോദ്യം ചോദിക്കാൻ തയ്യാറായി. വിപ്ലവകരമായ മാറ്റമാണ്. അവരെന്ത് ചെയ്തു? അവർ പറഞ്ഞു, മറ്റുള്ളവർ വിശ്വസിക്കുന്നതിനെ നമ്മൾ തടയണ്ട, അവർ ആരാധിച്ചോട്ടെ. അതുകൊണ്ടാണ് ഇന്ന് എല്ലാ പെന്തക്കോസ്ത് ക്രൈസ്തവ കത്തോലിക്ക സമൂഹങ്ങൾക്കെല്ലാം
സൗദിയിൽ പോലും ആരാധിക്കാൻ പറ്റുന്നത് ദൈവത്തെ, അല്ലെങ്കിൽ നമുക്ക് ദുബായിൽ പോയിട്ട് നമുക്കവിടെ വചനം പ്രസംഗിക്കാൻ പറ്റുന്നത്, അവിടെയുള്ള ആചാര്യന്മാർ, ഇസ്ലാം മതത്തിലെ ആചാര്യന്മാർ ചിന്തിച്ചു, നമുക്കങ്ങനെ നിർബന്ധ ബുദ്ധിയോടെ പറയേണ്ട കാര്യമുണ്ടോ? നമ്മുടെ മാത്രമാണ് സത്യം, നമ്മുടെ ദൈവം മാത്രമാണ് സത്യം എന്ന് നിർബന്ധത്തോടെ പറയേണ്ട കാര്യമുണ്ടോ? അത് നമ്മൾ അറിഞ്ഞ് വിശ്വസിക്കുന്ന കാര്യമാണ്, പക്ഷെ മറ്റൊരാളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് ശരിയാണോ എന്ന് അവര് ചിന്തിച്ചു, നമ്മൾ ചിന്തിച്ചു. പണ്ട് കേരളത്തിലെ നമ്മുടെ യൂറോപ്പിലെ അവരെല്ലാവരും ചിന്തിക്കുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലെ ക്രൈസ്തവർ ആരെയും അടിച്ചമർത്തിയില്ല, വന്നപ്പോൾ അങ്ങനെ പറഞ്ഞില്ല. പക്ഷെ നമ്മുടെ വചനം നമ്മൾ പ്രസംഗിക്കുമെങ്കിലും പൊതുവായ മേഖലകളിൽ നമ്മൾ ഈ ഒരു ചിന്താഗതി ഉയർത്തുന്നില്ല. അത് ഉയർത്തുന്നത് ശരിയാണോ എന്ന് മാർപ്പാപ്പ എന്ന ചിന്തയാണ് ഈ നമ്മൾ ഒരുമിച്ച് വരുന്നതിന്റെ, ഇന്റർ റിലീജിയസ് ആയിട്ട് ഒരുമിച്ച് വരുന്നതിന്റെ സാധ്യത ഉണ്ടാക്കുന്നതെന്ന് മാർപ്പാപ്പ ചർച്ച ചെയ്യുകയാണ്. മാർപ്പാപ്പയൊക്കെ അങ്ങനെ ചിന്തിച്ചതിന്റെ ഫലമല്ല ഈ ആരാധനാ സ്വാതന്ത്ര്യം ഈ സ്ഥലങ്ങളിലൊക്കെ കിട്ടിയത്. ഈ മാർപ്പാപ്പ എതിർക്കുന്ന ആൾക്കാർക്ക് പോലും അത് ചെയ്യാൻ, അവിടെ പോയി പ്രസംഗിക്കാൻ സാധിക്കുന്നത്, അവരുടെ വീഡിയോ ഗൾഫ് രാജ്യങ്ങളിലുള്ള ആൾക്കാർക്ക് കാണാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാം കട്ടായി പോകുമായിരുന്നു. ഈ വീഡിയോ പോലും ചിലപ്പോൾ സൗദിയിലുള്ള ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ്? അവർക്ക് അതിനെ നിരോധിക്കുന്നില്ല. കാരണം നമ്മളുടെ വീഡിയോകൾ നമുക്ക് കാണാനുള്ള സ്വാതന്ത്ര്യത്തെ ആരും ഇപ്പോൾ തടുക്കുന്നില്ല. അതിന്റെ കാരണം ഈ ചിന്താധാരയാണ്. ഈ ചിന്താധാര ഇത്തരം മത നേതാക്കളോടൊപ്പം ഒരുമിച്ചിരുന്ന് മുന്നോട്ട് കൊണ്ടുവന്നത് ആരാണ്? നമ്മുടെ മാർപ്പാപ്പയാണ്. അപ്പോൾ ഈ സമാധാനത്തിന്റെ സഹവർത്തിത്വ ബോധം ഉണ്ടാക്കുന്ന ചിന്ത, അതായത് എന്റെ ദൈവത്തെക്കാൾ വലുതാണ് നിന്റെ ദൈവം എന്ന് പറയുന്നത്, സമൂഹത്തിൽ ഒരു മതം മറ്റൊരു മതത്തോട് വെറുതെ ചുമ്മാ പറയുന്നത് ശരിയാണോ? നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ എന്തിനങ്ങനെ വിശ്വസിക്കുന്നു എന്ന് പറയാം. അതേസമയം മറ്റൊരാളോട് അത് പറയുന്നത് വെറുതെ ചോദിച്ചിട്ട് അവനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യം ചോദിക്കാൻ സാധിക്കുന്നിടത്താണ് മതങ്ങൾക്ക് വഴക്കുണ്ടാക്കാതെ നിൽക്കാൻ പറ്റുന്നത് എന്ന സത്യം മാർപ്പാപ്പ പറഞ്ഞതാണ്. അല്ലാതെ മാർപ്പാപ്പയുടെ വിശ്വാസമാണ് അതെന്നല്ല മാർപ്പാപ്പ പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ ഞാൻ പറഞ്ഞ ആ പത്രവാർത്ത വരുന്ന ഉദാഹരണം പോലെയാണിത്. അതല്ല എങ്കിൽ ഈ ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്താലുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ വരും: എന്റെ ദൈവത്തെക്കാൾ വലുതാണ് നിന്റെ ദൈവം എന്ന് പറയുന്നത് ശരിയാണോ എന്ന് മാർപ്പാപ്പ. വിശ്വാസം ഉപേക്ഷിക്കുന്ന മാർപ്പാപ്പ. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല മാർപ്പാപ്പ പറഞ്ഞത്. അങ്ങനെ നമ്മൾ എല്ലാവരും ചോദിച്ചിട്ട് മറ്റുള്ളവരെ ഫ്രീ ആക്കുന്ന, മറ്റുള്ളവരുടെ മേൽ കടന്നു കയറാത്ത, മതസ്വാതന്ത്ര്യം നൽകുന്ന, അവർക്ക് അവരവരുടെ ആരാധനകളും പ്രചരണങ്ങളും ഒക്കെ നടത്താൻ അവകാശം നൽകുന്ന ഒരിടത്താണ് വഴക്കുണ്ടാകാതിരിക്കുന്നതെന്ന മാർപ്പാപ്പയുടെ ഈ ഒരു ഇന്റർ റിലീജിയസ് ആയിട്ടുള്ള ചർച്ചയെക്കുറിച്ചുള്ള പഠനത്തെയാണ് ഇങ്ങനെ വളച്ചൊടിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അതിനകത്ത് പറയുന്നുണ്ട് എല്ലാ മതങ്ങളും സ്വർഗത്തിലേക്കുള്ള വഴി. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ, ഇസ്ലാം മതം സംസാരിക്കുന്നത് സ്വർഗത്തിലേക്കുള്ള വഴിയെക്കുറിച്ചല്ലേ? ആ വഴി ശരിയാണോ അല്ലയോ എന്നുള്ള ക്രിസ്ത്യാനിയുടെ അഭിപ്രായം നമ്മൾ അവിടെ മാറ്റിവെക്കുക. ഇനി ഹിന്ദു മതം സംസാരിക്കുന്നത് മോക്ഷത്തിലേക്കുള്ള അല്ലെങ്കിൽ സ്വർഗത്തിലേക്കുള്ള വഴിയെക്കുറിച്ചല്ലേ? അത് ശരിയാണോ എന്നുള്ള ക്രിസ്ത്യാനിയുടെ അഭിപ്രായം മാറ്റിവെക്കും. പക്ഷെ സ്വർഗത്തിലേക്കുള്ള വഴിയെക്കുറിച്ചാണോ സംസാരിക്കുന്നത്? ആണ്. അത് ശരിയാണോ അല്ലയോ എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാകുന്നത്? വ്യത്യസ്ത രീതിയിലാണ് അവർ പറയുന്നത്. അപ്പോൾ വിവിധ ഭാഷകളാണ്. ഇതൊരു സത്യമല്ലേ? അവരെല്ലാവരും സ്വർഗത്തിലേക്കുള്ള വഴിയെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ഈശോ പറയുന്നു ഞാനാണ് ആ വഴി. അത് നമ്മൾ പിന്നീട് പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ വെറുതെ സെക്കുലർ ആയിട്ടുള്ള വേൾഡിൽ ജീവിക്കുമ്പോൾ, പല രാജ്യങ്ങളിൽ പല വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ ജീവിക്കുന്ന സമയത്ത് എല്ലാവർക്കും അവരുടെ വഴി സ്വർഗത്തിലേക്കുള്ള വഴിയാണെന്ന് തോന്നിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ പറയുന്നതിനൊരു രീതിയുണ്ട്. അപ്പോൾ ആ ഒരു കോ എക്സിസ്റ്റൻസ് സാധ്യമാക്കുന്ന രീതിയിൽ മാത്രം ഇത് പറയണം. അല്ലെങ്കിൽ ഈ ചിന്തയാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത്. മറ്റൊരുത്തനെ ബഹുമാനിക്കുവാൻ വേണ്ടി നമ്മൾ അങ്ങനെ നിൽക്കണം എന്നുള്ളതാണ് മാർപ്പാപ്പ പറയുന്നത്. അതേസമയം ഇവാഞ്ചലൈസേഷൻ വേണ്ട എന്ന് മാർപ്പാപ്പ പറഞ്ഞിട്ടില്ല. കാര്യം മാർപ്പാപ്പയുടെ ഇവാഞ്ചലൈസേഷനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ ആ ഇവാഞ്ചലി ഗോഡിയം എന്ന് പറയുന്ന ആ മാർപ്പാപ്പയുടെ എക്സോർട്ടേഷൻ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മാർപ്പാപ്പയുടെ യഥാർത്ഥത്തിൽ ഇവാഞ്ചലൈസേഷനെ കുറിച്ചും യേശുവിന്റെ നാമത്തെക്കുറിച്ചുള്ള യഥാർത്ഥ വിശ്വാസം എന്താണെന്നുള്ളത് നിങ്ങൾ അറിയുക. നിങ്ങളാണെങ്കിൽ പോലും ദുബായിലോ സൗദിയിലോ പോയാൽ എന്ത് നയമായിരിക്കും സ്വീകരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമായിരിക്കും. അതിനേക്കാളും വ്യക്തമായി ലോകത്തോട് തന്റെ വിശ്വാസം ഏറ്റുപറയുന്ന മാർപ്പാപ്പ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഇതുപോലൊരു ചിന്താഗതി നമ്മുടെ എല്ലാവരും ഉണ്ടായി കോഎക്സിസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഇനി അടുത്തത്, രണ്ടാം വത്തിക്കാൻ കൗൺസിലും സാത്താനും തമ്മിൽ എന്തോ ഒരു ബന്ധം. അതിനു മുൻപ് ആരോ കൊണ്ട് അവിടെ സാത്താനെ ഇരുത്തിയെന്നാണ് പറഞ്ഞത് വത്തിക്കാൻ കൗൺസിലിന്റെ ഒരു സിംഹാസനത്തിൽ. എന്നിട്ട് കുറെ പടമൊക്കെ കാണിച്ചിട്ടുണ്ട്. ശരിക്കും എനിക്ക് അത് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു. ഫിക്ഷണലാണ് കാര്യങ്ങൾ. അപ്പൊ ഒന്നാമത്തെ കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, അതിനു മുമ്പ് അദ്ദേഹം ആ വീഡിയോയിൽ പ്രസന്റ് ചെയ്യുന്ന ഭാഗത്ത് രസകരമാണ് കേട്ടോ. അദ്ദേഹം ആ പിശാചിനെ ഇരുത്തുന്നതിന് മുമ്പ് അദ്ദേഹം പറയുന്നത് കേട്ടാൽ, ഈ പറയുന്ന പോലെ എഴുതാപ്പുറം വായിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വരികൾക്കിടയിൽ കൂടെ വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം അതുകൊണ്ടാണ് അവിടെ അത് ശരിയാണെങ്കിൽ എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും
അദ്ദേഹം പറയുന്നത് കേട്ടാൽ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത് അറിയാമോ? ഈ പിശാചിനെ ഇരുത്തി എന്ന് ഇദ്ദേഹം പറയുന്നതിന് മുൻപുള്ള കാലഘട്ടങ്ങളിൽ മുഴുവൻ കത്തോലിക്ക സഭ അടിപൊളിയായിരുന്നു എന്ന് മനസ്സിലാവും. ഒന്നാമത്തെ കാര്യം, അവിടെ ഇരുത്തിയത് കൊണ്ടാണ് പിന്നീട് പ്രശ്നം വന്നത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിലൂടെ. ഇനി അവിടെ അവിടെ ബ്ലാക്ക് മാസ് നടന്നു എന്ന് പറയുന്ന സ്ഥലത്ത് ലത്തീൻ നമ്മുടെ കത്തോലിക്ക സഭയുടെ കുർബാനയെ തിരിച്ചു ചൊല്ലുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് നേരെ ചൊല്ലുമ്പോൾ അത് ദൈവത്തിന് ഇഷ്ടമുള്ളതാണെന്നും തിരിച്ചു ചൊല്ലിച്ച് പിശാച് ആസ്വദിച്ചു എന്നും ആണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ദിവ്യബലിയെ കുറിച്ച് നമുക്കൊരു അതിനെ ദൈവം അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പിശാചിന് അതിനോട് ദേഷ്യമുള്ളതെന്നുള്ളൊരു സാധനം നമുക്ക് എഴുതാപ്പുറമായിട്ട് വായിക്കാൻ വേണമെങ്കിൽ. ഞാൻ അങ്ങനെ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും ഞാൻ ആ പോയിന്റ് പറയാണ്. ഇങ്ങനെയൊക്കെ പറയാമെങ്കിൽ അങ്ങനെ പറയാം, അല്ലെ? അപ്പോ പിന്നെ ഇത് രണ്ടും നടന്നിട്ടില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ പിശാചിനെ അവിടെ ഇരുത്തിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാലോ, ഇപ്പോഴും സഭ അടിപൊളിയാണ് എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് അംഗീകരിക്കേണ്ടി വരും, കത്തോലിക്ക സഭയും മാർപ്പാപ്പയും എല്ലാവരും തന്നെ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ജ്ഞാനത്തിന് വിടുകയാണ്. ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷമാണ് പ്രിയമുള്ളവരെ, ഒരു 10-30 കൊല്ലമെങ്കിലും ഈ ലോകത്ത് ജീവിച്ചിരുന്ന നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം യുവതലമുറയ്ക്ക് നിങ്ങൾ കണ്ടത് എന്താണെന്ന്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷമാണ് അൽമായർ വചനം പ്രസംഗിക്കാൻ തുടങ്ങിയത്, വചനം പഠിക്കാൻ തുടങ്ങിയത്, ലോകത്തിലെങ്ങും പോകാൻ തുടങ്ങിയത്, കർത്താവിന്റെ ശുശ്രൂഷ കത്തിപ്പടർന്നത്, അനേകർ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചത്, അനേകർ മുട്ടുകുത്തി ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയത്, കർത്താവിന്റെ വചനവുമായിട്ട് ലോകമെങ്ങും ആളുകൾ പോകാൻ തുടങ്ങിയ വലിയ അത്ഭുതം, പ്രത്യേകിച്ച് അൽമായര് പോകാൻ തുടങ്ങിയ വലിയ പ്രചോദനമൊക്കെ ഉണ്ടായത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിലൂടെയാണ്. അങ്ങനെയാണെങ്കിൽ അത് പിശാച് ചെയ്യിച്ചതാണെങ്കിൽ ആ പിശാച് അന്തചിത്രം ഉണ്ടാക്കിയ പിശാച് ആയിരിക്കത്തില്ലേ അവിടെ വന്നിരുന്ന പിശാച്, അല്ലെ? അവനിട്ട് തന്നെ പണി കൊടുത്തൊരു പിശാച് ആയിരിക്കത്തില്ലേ അത്? നമ്മളെല്ലാവരും കർത്താവിനെ സ്നേഹിക്കാനും സ്വീകരിക്കാനും കാരണമായ ആ വലിയൊരു സംഭവം പിശാചിന്റെ പ്രവൃത്തിയായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണം. അതിന് അദ്ദേഹം കാണിച്ചത് എന്താണെന്നറിയാമോ? ഒരു മാർപ്പാപ്പയുടെ, അതായത് പോളാറവൻ മാർപ്പാപ്പയുടെ ഒരു കമന്റ് അദ്ദേഹം പറയുന്നുണ്ട്, ഒരു തീയതിയൊക്കെ വെച്ച്. എന്നിട്ട് പറയാണ്, മാർപ്പാപ്പ പറഞ്ഞു, ഒരു വിള്ളലിലൂടെ സഭയിലേക്ക് സാത്താന്റെ പുക പ്രവേശിച്ചു എന്ന് മാർപ്പാപ്പ വളരെ മെറ്റഫോറിക്കായിട്ട് വളരെ ആലങ്കാരികമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. മാർപ്പാപ്പയുടെ ആ പ്രസംഗത്തിൽ ആ വാചകവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കട്ട് ചെയ്തെടുത്ത് പറയുകയാണ്, അല്ലെ? അത് അദ്ദേഹം മാത്രം ചെയ്തതാണ്. ഈ വീഡിയോ അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടിയാന്ന് അറിയത്തില്ല മാർപ്പാപ്പയുടെ. പക്ഷേ പോൾ ആറാമൻ മാർപ്പാപ്പ പറഞ്ഞ കാര്യം അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ പോയിട്ട് അതിന്റെ ഒഫീഷ്യൽ ഡോക്യുമെന്റിൽ എന്താണ് പറഞ്ഞതെന്ന് അറിയാൻ പറ്റും. മാർപ്പാപ്പ പറഞ്ഞത്, നമ്മൾക്ക് ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിലിലൂടെ ഒരുപാട് നന്മകൾ വരാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്തത്. പക്ഷെ അവിടെ നമ്മൾ നൽകിയ ചില ആനുകൂല്യങ്ങൾ ഒരു വിള്ളലാക്കി മാറ്റിക്കൊണ്ട് അതിലൂടെ സഭയെ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ധാരാളം പേര് വരുന്നുണ്ട്. അതൊരു പിശാചിന്റെ പുകമറയാണ്. ഈ പുകമറ സൃഷ്ടിക്കൽ എന്ന് പറയും. ഇപ്പോൾ കണ്ടില്ലേ, പല വിശ്വാസികളുടെ മുമ്പിൽ ഒരു പുകമറയാണ്. കത്തോലിക്ക സഭയിൽ എന്താണ് ഒരു പുകമറ? ഈ പുകയെക്കുറിച്ചാണ് പറഞ്ഞത്. ആരാണ് ഈ പുകമറ സൃഷ്ടിക്കുന്നത്? പുറത്തുനിന്ന് വരുന്ന ഇവരെ പോലുള്ള ആളുകളാണ്. നമ്മൾ കർത്താവിൽ, നമ്മുടെ സഭ കർത്താവിൻ്റെതാണെന്നും സഭയിൽ ദൈവത്തിന്റെ ആത്മാവ് നയിക്കുന്നെന്നും മാർപ്പാപ്പയിലൂടെ കർത്താവിന്റെ ആത്മാവ് ഇടപെടുകയാണെന്നും എല്ലാ എല്ലാ സഭയുടെ സംവിധാനങ്ങളും കർത്താവിന്റെ നിയന്ത്രണത്തിലാണെന്നും പിശാച് ഇതിൽ പ്രബലപ്പെടുകയില്ലെന്ന് നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ ഈ പുകമറ വല്ലതും സംഭവിക്കുമോ? അതുകൊണ്ട് മാർപ്പാപ്പ അതിനകത്ത് പറയാണ്, നമ്മൾ വിജിലന്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഈ പുകമറ വരുമ്പോൾ നമ്മൾ വിജിലന്റ് ആയിരിക്കണം. ഞാൻ ഇപ്പോൾ കാണിച്ചില്ലേ, അസത്യങ്ങൾ കൊണ്ട് സത്യത്തെ സത്യമെന്ന് തോന്നുന്ന എന്തിനെയോ പണിതുയർത്താനുള്ള ശ്രമമാണ് ആ വീഡിയോയിൽ മുഴുവൻ നടന്നതെന്ന് നിങ്ങൾ മനസ്സിലായി. മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറയുക, അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി തരാതെ പറയുക. അതേസമയം സ്വന്തം കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി മറ്റുള്ള വീഡിയോകളും കാണണമെന്ന് പറയുക. അങ്ങനെ വളരെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു വീഡിയോ കണ്ടിട്ടാണ് നിങ്ങളുടെ വിശ്വാസം പരിഭ്രമിച്ചതെങ്കിൽ, അല്ലെങ്കിൽ ഇനി വരുമ്പോൾ നിങ്ങൾക്ക് ഇനി പോകത്തില്ലെന്ന് എനിക്കറിയാം, ഇപ്പൊ കണ്ടിട്ട് ഓൾറെഡി തകർന്നിരിക്കുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലും എത്തിക്കണം, എല്ലാ മതാധ്യാപകരിലും എത്തിക്കണം. നമ്മുടെ മാർപ്പാപ്പ എന്താണ് പഠിപ്പിക്കുന്നത്, സഭ എന്താണ് പഠിപ്പിക്കുന്നത്, സഹോദര്യത്തിൽ വർദ്ധിക്കാൻ സഭ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഈ തീവ്രമായ, അതായത് ഇപ്പൊ ഞാൻ പറയട്ടെ, തീവ്രവാദം എന്ന് പറയുന്നത് ഇതുപോലത്തെ ചില ചിന്തകളിൽ നിന്നാണ് വരുന്നത്. തീവ്രവാദം എന്ന് പറഞ്ഞാൽ അക്രമത്തിലേക്ക് പോകും. നമ്മുടെ ക്രിസ്ത്യാനിക്ക് ആക്രമിക്കാൻ പറ്റത്തില്ല എന്ന് ബൈബിളിൽ തന്നെ ഉള്ളത് കാരണം ക്യാരക്ടർ അസാസിനേഷൻ ആണ് ചെയ്യുന്നത്, വ്യക്തിഹത്യ നടത്തും. അതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പറയുമ്പോഴും ആ വ്യക്തിയെ ആക്രമിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആശയത്തെ മാത്രമേ ഞാൻ എതിർക്കുന്നുള്ളൂ. അദ്ദേഹം അന്തിക്രിസ്തു ആണെന്ന് ഒന്നും ഞാൻ പറയുന്നില്ല, ഒരിക്കലും ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, പുകമറ വരുന്നുണ്ട്, നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ മാർപ്പാപ്പ പറഞ്ഞതാണ്, നമുക്ക് സഭയോടൊപ്പം ചേർന്ന് നിൽക്കാം. നമ്മൾ ലോകമെങ്ങും അനുഭവിക്കുന്ന സമാധാനത്തിന്റെ പിന്നിൽ ഒരു കാര്യമുണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കണം. കർത്താവിന്റെ ഒരു വചനമാണ് അതിന്റെ പിന്നിലുള്ളത്. കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുകയാണ്, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും, അല്ലെ? അഷ്ടസൗഭാഗ്യങ്ങളുടെ ഒരു സൗഭാഗ്യമാണ് ഞങ്ങളുടെ മാർപ്പാപ്പ ഈ ലോകത്ത് നമുക്ക് സമാധാനത്തോടെ ജീവിക്കാമെന്നും ഒരുമിച്ച് വരാമെന്ന് ആൾക്കാരോട് പറയുന്നതേ. മാർപ്പാപ്പ അന്തിക്രിസ്തു ആയതുകൊണ്ടല്ല കേട്ടോ. ഞങ്ങളുടെ മാർപ്പാപ്പ ഈശോയുടെ
ഈ ഒരു വലിയ അഷ്ടസൗഭാഗ്യത്തിൽ വിശ്വസിക്കുകയും അതുകൊണ്ടാണ് നമ്മൾ ദൈവമക്കളാണ് എന്ന വാക്ക് പറഞ്ഞുകൊണ്ട് ദൈവപുത്രന്മാരാണെന്ന ചിന്തയുള്ളവർക്ക് മാത്രമേ സമാധാനത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മാർപ്പാപ്പ ഈ ലോകത്തോട് സമാധാനത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ദൈവരാജ്യത്തിൽ ദൈവത്തിന് സ്ഥാപിച്ച സഭയിൽ പൂർണ്ണമായി വിശ്വസിക്കുക. ഈ സഭയ്ക്കെതിരെ യാതൊരു നരകീയ ശക്തികളും പ്രബലപ്പെടുകയില്ല. സമാധാനത്തോടെ ഇരിക്കുക.